ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. നാളെയാണ് റേഡിയോ മലബാറിൻ്റെ 2nd ആനിവേഴ്സറി സെലിബ്രേഷൻ. ആനിവേഴ്സറി ജാനുവരി 7 കഴിഞ്ഞു, പക്ഷേ ഞങ്ങളുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നാളെയാണ്. സോ ജാനുവരി 11 ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് 10th, അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യപരിപാടികളും ഞങ്ങളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം കൃത്യം 6:10 രാവിലെ എത്തിയതാണ് എല്ലാവരും. ആരും വീട്ടിൽ പോയിട്ടില്ല. റേഡിയോ ക്ലീനിങ്ങും അതുപോലെ തന്നെ കുറേ പരിപാടികളായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ആരെങ്കിലും കാണണം, ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊന്നും ഉള്ള വിചാരത്തോടെയൊന്നും അല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. പിന്നൊരു ദിവസം എടുത്ത് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര മെമ്മറി ആയിട്ട് എന്താ പറയുക, ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറേ മെമ്മറീസ് ആണല്ലോ, അതൊന്നും കളയാൻ പാടില്ല. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എന്താണ് കമ്മ്യൂണിറ്റി റേഡിയോ, അതുപോലെ തന്നെ ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷനിലെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, എനിക്കെങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്, അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. അതായത് ഒരുക്കങ്ങൾ കൂടാതെ ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്നൂടെ കാണിച്ചു തരും. ആക്ച്വലി ഇതൊരു ഭയങ്കര എന്താ പറയുക, സാധാരണ റേഡിയോ സ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന പോലെയുള്ള ഭയങ്കരമായ പരിപാടിയല്ല. സാധാരണക്കാരുടെ, നിഷ്കളങ്കമാർന്ന മനുഷ്യരുടെ, സ്നേഹമുള്ള മനുഷ്യരുടെ, അങ്ങനെയുള്ള ആൾക്കാരുടെ പരിപാടിയാണ്. സോ കീപ് വാച്ചിങ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു രാജാപ്പാട്ട് ആൻഡ് ദിസ് ഇസ് മീ രാജശ്രീ നാരായണൻ. ഹായ് പറ. സൂര്യാണ് ഇവിടുത്തെ കിച്ചൺ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നത്. നാളത്തേക്കുള്ള ഫുഡിന്റെ അച്ചാർ ഉണ്ടാക്കാൻ തോന്നുന്നില്ലേ? ഞങ്ങളെല്ലാം കിച്ചൺ ഡ്യൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് അവർക്കുള്ള ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ആയാ? ആവുന്നില്ലേ? ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. ദിസ് ഇസ് ബാവ മട്ടന്നൂർ അല്ലേ? ഓക്കെ, എന്താ പറയാനുള്ളത്? ആനിവേഴ്സറി ആണ് നാളെ. അപ്പോൾ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയോ? മുന്നൊരുക്കങ്ങൾ വളരെ ഗംഭീരമായി നടക്കുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം റേഡിയോ മലബാർ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അവരുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റേഡിയോ സ്റ്റേഷൻ അവരുടെ ശ്രോതാക്കളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംഗമം നടത്തുക എന്ന് പറയുമ്പോൾ അത് മാതൃകാപരമാണ്. ഒപ്പം ശ്രോതാക്കളും ഇതിൻ്റെ സ്റ്റേഷൻ അധികൃതരുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു കാരണം കൂടിയായി ഈ സൗഹൃദ സംഗമം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് റേഡിയോ സ്റ്റേഷൻ്റെ വിപുലീകരണത്തിന് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗംഭീരമായൊരു പരിപാടിയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവരെന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം വിജയിക്കുന്നത് നമുക്ക് നാളെ രാവിലെ മുതൽ വൈകുന്നേരം എന്നാണ് ശ്രോതാക്കളുടെ കൂട്ടായ്മയുടെ പേര് അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഭാരവാഹിയും കൂടിയാണ്. യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ എങ്ങനെ ഉണ്ടാവും നോക്കാം. നാളെ നമുക്ക് കണ്ടിട്ട് വൈകുന്നേരം വീണ്ടും നമ്മൾ ഇതേപോലെ വരും. ആയിക്കോട്ടെ. ഇതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ ഡയറക്ടർ കൃഷ്ണകുമാർ കണ്ണോത്ത്. സർ, നാളത്തെ ഒരു എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെക്ടേഷൻസ് ആണ്. ഒരു പുതിയൊരു അനുഭവമാണ്. നമ്മളല്ല സംഘടിപ്പിക്കുന്നത്. ശ്രോതാക്കളുടെ ആവേശം കാണുമ്പോൾ നമ്മൾ വളരെ ത്രില്ലിലാണ്. വളരെ നേരത്തെ വന്നു, നമ്മുടെ സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തു. നാളത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അറേഞ്ച്മെൻറ്റും അവർ തന്നെ സ്വന്തം ആളുകളെ പോലെ ചെയ്യുകയാണ്. അതിൽ വളരെയധികം നമ്മൾ സംതൃപ്തരാണ്. കാരണം റേഡിയോ പ്രക്ഷേപണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവർക്ക് എത്രമാത്രം അവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ സഹകരണം. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാളെ രാവിലെ മുതൽ ഒരുപാട് പേര് വരുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ചും അവതാരകരും ആസ്വാദകരും മുഖാമുഖം കാണുകയാണ്. റേഡിയോയിലൂടെ അശരീരിയായിട്ട് മാത്രം കണ്ട് അല്ലെങ്കിൽ കേട്ട ആളുകൾ, കേട്ടുപരിചയമുള്ളവരെ കണ്ടു പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. തീർച്ചയായിട്ടും കൗതുകമുണ്ടാവും അവർക്ക്. ആ കൗതുകങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരും. അതിനൊക്കെ കേൾക്കാനും മറുപടി പറയാനൊക്കെ നമ്മൾ സദാ സജ്ജരായിട്ട് നിൽക്കുകയാണ്. താങ്ക് യു സർ. അപ്പം നാളത്തേക്കുള്ള വിശേഷങ്ങളൊക്കെ നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. നാളത്തെ ഫുഡിന്റെ പ്രിപ്പറേഷൻ. അമൽമണിയാ ഫുഡ്
അങ്ങനെ ക്രെഡിറ്റ് ആർക്കാ പോവാ? അമലിന്. ഓക്കെ. അടുപ്പത്ത് വെച്ച ബീട്രൂട്ടിന്റെ അവസ്ഥ നോക്കിനോ? വത്സേട്ടൻ റേഡിയോ വെക്കലുണ്ടോ? റേഡിയോ അത്യാവശ്യം. എന്ത് തോന്നുന്നു? എന്താ തോന്നണ്ടേ? എന്തെങ്കിലും തോന്നണോ? തോന്നിയേ പറ്റൂല. ഇത്ര അടുത്തുള്ള റേഡിയോ കേട്ടില്ല പിന്നെ പോയില്ലേ സംഗതി. പിന്നെ പറയാനുണ്ടോ? അപ്പൊ എന്തൊക്കെയാ നാളത്തെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? നാളത്തെ പ്രതീക്ഷിക്കാൻ നാളെ എനിക്ക് കേൾക്കാൻ പറ്റൂല. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടുന്ന് വെച്ച് എത്ര നേരത്തെ ഒഴിവാകുന്നു അത്രയും നേരത്തെ സ്ഥലം വിടും. അങ്ങനെയാ? അത് ശരി. നമുക്കൊരു വർക്ക് ഓക്കെ. സാധനം വിളമ്പിത്തരാൻ ആള് വേണം. സാറ് പറഞ്ഞ കേട്ടില്ലേ അമൽമണിയെ ബിരിയാണിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ടല്ലേന്ന്. എന്താണ് അമൽമണി ഈ ഒരു പ്രസ്താവനയോടുള്ള പ്രതികരണം? പറഞ്ഞോളൂ അമൽമണി. കലോത്സവം അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ കലോത്സവം ഒഴിവാക്കാനാ? ഓ അങ്ങനെ. സോഫ്റ്റ് ആയ നോക്കാൻ പറഞ്ഞു. കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അശ്വിനി ബീട്രൂട്ടിന്റെ വേവ് നോക്കാൻ പോവാണ്. ആക്ച്വലി നമ്മള് ഇതൊരു റേഡിയോ സ്റ്റേഷൻ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ഇല്ല. നമുക്ക് നമ്മള് വീട്ടുകൂടലിന്റെ പ്രതീതി ഉണ്ട് അല്ലേ? സോഫ്റ്റ് ആയ അങ്ങടുത്ത് ആള് വന്നുണ്ടോ? അരണ കടിച്ച വേരെടുക്കൂ. അരണ മറന്നോടോ കടിക്കാൻ? കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം ആരാണ്? മധുരാരവം 2024 റേഡിയോ മലബാർ ശ്രോതാക്കൾ ശ്രവ്യധാരയും റേഡിയോ മലബാറും സംയുക്തമായിട്ട് നടത്തുന്ന റേഡിയോ മലബാറിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷനാണ്. അപ്പം ശ്രവ്യധാരയിലെ കുറേ അംഗങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ചെത്തുക, റേഡിയോ മലബാറിൻ്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ തവണ അത്ര ഒരു സെലിബ്രേഷൻ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇനിയും ഒരുപാട് വർഷം ഞങ്ങൾക്ക് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളാണ്. അപ്പോൾ അവരെ നേരിട്ട് കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും അതിനൊക്കെയുള്ളൊരു അവസരമാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, സംഭവിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും നാളത്തെ ദിവസത്തിന് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നാളത്തെ കഥകളും വിശേഷങ്ങളുമായിട്ട് നാളെ രാത്രിയിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ദിസ് ഈസ് മീ രാജശ്രീ നാരായണൻ.